ഹരേ കൃഷ്ണ. ഭഗവാൻ ജഗന്നാഥൻ്റെ അസാധാരണമായ രൂപത്തിന് പിന്നിലുള്ള രഹസ്യത്തെക്കുറിച്ച് പറയാം. ഭഗവാൻ ജഗന്നാഥ്, ബലദേവ്, സുഭദ്ര എന്നിവരുടെ വിഗ്രഹങ്ങളുടെ അസാധാരണമായ സ്വരൂപത്തെക്കുറിച്ചാണ്. ഒരിക്കൽ ഭഗവാൻ ബലരാമൻ്റെ അമ്മയായ രോഹിണി ദേവി ദ്വാരക സന്ദർശിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഭാര്യമാർ അമ്മയ്ക്ക് ചുറ്റും കൂടി നിന്ന് വിവാഹത്തിനു മുമ്പ് വൃന്ദാവനത്തിൽ വെച്ച് നടന്ന ഭഗവാന്റെ ലീലകളെക്കുറിച്ച് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടു. ഭഗവാന്റെ ഭാര്യമാർ പറഞ്ഞു, ചിലപ്പോൾ ഭഗവാൻ ഉറക്കത്തിൽ സംസാരിക്കുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ട്. മധുരമുള്ള ശബ്ദത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ശ്രീരാമയുടെയും സുബലയുടെയും പിന്നെ അദ്ദേഹത്തിൻ്റെ പശുക്കളുടെയും പേരുകൾ വിളിക്കാറുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ഓ ലളിത, വിശാഖ, ഓ ശ്രീരാധേ എന്നും വിളിക്കാറുണ്ട്. മറ്റു ചിലപ്പോൾ അദ്ദേഹം പറയും, അമ്മേ എനിക്ക് പുതിയ വെണ്ണ തരൂ. ചിലപ്പോൾ അദ്ദേഹം കരയും. എന്നിട്ടും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മണിക്കൂറുകളോളം ഏങ്ങലടിച്ച് കരയും. ബ്രജവാസികളായ അവരത്രേ സവിശേഷത ഉള്ളവരാണ്. ദയവായി അവരെക്കുറിച്ച് ഞങ്ങളോട് പറയൂ. രോഹിണിയമ്മ പറയാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഭഗവാൻ അവരുടെ വാക്കുകൾ കേൾക്കരുതെന്ന് രോഹിണിയമ്മ പറഞ്ഞു. കാരണം അത് കേട്ടാൽ ഭഗവാൻ വികാരഭരിതനായിട്ട് വൃന്ദാവനത്തിലേക്ക് ഓടിപ്പോകും. അതുകൊണ്ട് കൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രാദേവിയെ മുറിയുടെ വെളിയിൽ കാവൽ നിൽക്കുവാൻ ഏർപ്പെടുത്തി. അടച്ചിരുന്ന വാതിലിനോട് കാത് ചേർത്ത് പിടിച്ച് നിന്ന് സുഭദ്ര ബ്രജവാസികളുമായുള്ള കൃഷ്ണൻ്റെ ആശ്ചര്യം ജനിപ്പിക്കുന്ന ഇടപാടുകളിലേക്ക് വലിച്ചടിക്കപ്പെട്ടു. ആ ലീലകൾ വികാരഭരിതനായ സ്നേഹം കൊണ്ട് നിറഞ്ഞിരുന്നതിനാൽ കൃഷ്ണനും ബലരാമനും സമീപിച്ചു കൊണ്ടിരുന്നത് സുഭദ്രക്കുട്ടി ശ്രദ്ധിച്ചില്ല. വാസ്തവത്തിൽ സുഭദ്രയുടെ അത്യാനന്ദകരമായ മയക്കത്തിൻ്റെ തൻ്റെ സ്വന്തം ശരീരത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് സുഭദ്ര അറിഞ്ഞിരുന്നില്ല. തീവ്രമായ ആധ്യാത്മിക വികാരം കാരണം സുഭദ്രയുടെ കണ്ണുകൾ വിസ്തൃതമാവുകയും കൈകാലുകൾ കബണ്ഡത്തിലേക്ക് ചുരുങ്ങിച്ചേരുകയും ചെയ്തു. മുഖലക്ഷണം തിരിച്ചറിയുന്നതിൽ സമർത്ഥരായ കൃഷ്ണനും ബലരാമനും സുഭദ്രയുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ മുറിയിൽ എന്തോ അസാധാരണമായത് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അവർ അത് കേൾക്കുവാൻ തുടങ്ങുകയും ചെയ്തു. അല്പം സമയം കഴിഞ്ഞപ്പോൾ ആധ്യാത്മിക വികാരങ്ങൾ മഹാഭാവ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ കൃഷ്ണനും ബലരാമനും അതേ ഭാവമാറ്റങ്ങൾ അനുഭവപ്പെട്ടു. ആ സമയത്ത് നാരദമുനി അവിടെ പ്രത്യക്ഷനായി. ഈ ദൃശ്യം കണ്ട് ആശ്ചര്യത്താൽ അദ്ദേഹം ആഹ്ലാദഭരിതനായി പാടുവാനും നൃത്തം ചെയ്യുവാനും തുടങ്ങി. ജഗന്നാഥനും ബലദേവനും സുഭദ്രയും അവരുടെ ബഹിർവർത്തിനിയായ ബോധം വീണ്ടെടുത്തപ്പോൾ നാരദമുനി ആശ്ചര്യത്താൽ ഉദ്ഘോഷിച്ചു, ഹേ ഭഗവാൻ, അങ്ങയുടെ പല അസാമാന്യ രൂപങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും മഹാഭാവത്തിൻ്റെ ഇത്രയും ആകർഷമായ രൂപം ഞാൻ ദർശിച്ചിട്ടില്ല. ഹേ ഭഗവാൻ, ദയവായി എല്ലാവർക്കും ദർശനം കിട്ടുന്ന രീതിയിൽ ഈ അസാധാരണമായ രൂപം പ്രകടമാകൂ. അങ്ങനെ ഭഗവാന്റെ ഒരു വലിയ ഭക്തൻ്റെ കരുണയാൽ നമ്മൾക്ക് ജഗന്നാഥൻ്റെയും ബലദേവൻ്റെയും സുഭദ്രയുടെയും വിഗ്രഹങ്ങളെ ദർശിക്കുവാനും അവരുടെ സേവ ചെയ്യാനും സാധിക്കുന്നു. ജയ് ജഗന്നാഥ് കി ജയ്, ബലദേവ് കി ജയ്, സുഭദ്ര കി ജയ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.